ഫോക്കസ് ഏരിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസുകാരുടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകാരുടെയും 7th ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ എൻ്റെ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് ചെയ്യുക, കാരണം ഓൾറെഡി നമ്മൾ 6 ചാപ്റ്റേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇനിയുള്ള ബാക്കി ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അത് കിട്ടാനായിട്ട് നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ആകെ ഒരു മെയിനായിട്ട് 3 or 4 ടോപ്പിക്സ് മാത്രമേ അവർ പറയുന്നുള്ളൂ. ആ ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്സിൽ നിന്ന് ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, സോ വിൽ ഗോ സ്ട്രേറ്റ് അവേ ഇൻ ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്നാണ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു വെബ് സെർവറിൽ സേവ് ചെയ്യണം. അപ്പം വെബ് സെർവറിൽ നിന്ന് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടണം, അതുപോലെ തന്നെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയണേ. അപ്പോൾ ഇങ്ങനെ വെബ് ഹോസ്റ്റിംഗ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആവുക. നമുക്ക് 3 തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗ് ആണുള്ളത്: ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആൻഡ് വെർച്വൽ ഹോസ്റ്റിംഗ്. ഓക്കെ, വാട്ട് ഈസ് ഷെയർഡ് ഹോസ്റ്റിംഗ്, ഗിവ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റുകൾ ഉണ്ടാവും, അതെല്ലാം കൂടി ഒരു സിംഗിൾ വെബ് സെർവറിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മുടെ സെർവർ മെഷീൻ്റെ റാം, CPU ഇതെല്ലാം വേരിയസ് വെബ്സൈറ്റ്സ് ഷെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് സൂറ്റബിൾ ആവുക അധികം ട്രാഫിക് ഇല്ലാത്ത സ്മോൾ വെബ്സൈറ്റ്സിനായിരിക്കും. ഒരു സിംഗിൾ വെബ് സെർവർ തന്നെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചെറിയ വെബ്സൈറ്റുകൾക്കൊക്കെ ഇതൊരു ചീപ്പ് മെത്തേഡാണ്, അതുപോലെ തന്നെ യൂസ് ചെയ്യാനും ഈസിയാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഹൈ ബാൻഡ് വിഡ്ത്ത് വേണ്ട വെബ്സൈറ്റുകൾക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും നമുക്ക് വെബ് സെർവറിൽ നിന്ന് ലഭിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു ഷെയറിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഹൈ ട്രാഫിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള വെബ്സൈറ്റ്സിനെയും കൂടി അത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, ഗിവ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വെബ് സെർവറിനെ ഫുള്ളായിട്ട് ക്ലയൻറ്റ് ലീസിനെടുക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ലാർജ് ഓർഗനൈസേഷൻസിനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെയാണ് ആ ഒരു രീതിയിൽ വെബ് സെർവറിനെ ഫുള്ളായിട്ട് ലീസിനെടുക്കുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, ഒരു വെബ് സെർവറിൽ ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയൊക്കെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. വെബ് സെർവറിന് മുകളിൽ ഫുൾ കൺട്രോളാണ്, കാരണം നമുക്ക് വേറെ വെബ്സൈറ്റുകളൊന്നും ഇത് ഷെയർ ചെയ്യാൻ വരുന്നില്ല. അതുപോലെ തന്നെ ആക്സസിങ് സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും, കാരണം നമുക്ക് അതിലൊരു വെബ്സൈറ്റേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഒരെണ്ണേ നമുക്ക് പറയാനുള്ളൂ, ഇത് വെരി എക്സ്പെൻസീവ് ആണ്. കാരണം ഒരു വെബ് സെർവറിനെ അങ്ങനെ തന്നെ ലീസിന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് VPS ഹോസ്റ്റിംഗ്, ഗിവ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. VPS എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സെർവറിനെ പാർട്ടീഷൻ ചെയ്തിട്ട് അത് സെവറൽ സെർവേഴ്സ് ആക്കി മാറ്റും. പാർട്ടിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെർച്വലിയാണ് പാർട്ടിഷൻ ചെയ്യുന്നത്, ഒറിജിനലി അല്ല പാർട്ടിഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ടിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവമാണ് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പാർട്ടിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ VPSനും, അതായത് ഓരോ വെർച്വൽ പ്രൈവറ്റ് സെർവറിനും അതിൻ്റെ സ്വന്തം OS ഉണ്ടാവും, അതായത് സ്വന്തം സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, അതുപോലെ തന്നെ സ്വന്തം വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും. അപ്പോൾ സെർവറിനെ വെർച്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ VMware വെർച്വൽ ബോക്സ് ഫ്രീ VPS. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ VPS സെർവറും ഒരു ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് വെബ് സെർവറായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഒരു വെബ് സെർവറിനെ പാർട്ടിഷൻ ചെയ്തിട്ട് അതിൽ കുറേ വെബ് സെർവേഴ്സ് പോലെ ആക്കണത് കൊണ്ടിട്ട് തന്നെ ഓരോ സെപ്പറേറ്റ് വെബ് സെർവേഴ്സിനെയും നമുക്ക് കോൺഫിഗർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കിട്ടില്ല, അതുപോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റിങ്ങിനെക്കാട്ടി കോസ്റ്റ് ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 3 തരത്തിലുള്ള ഹോസ്റ്റിംഗ് ആണുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വെബ് ഹോസ്റ്റിംഗ് ഉറപ്പായിട്ട് ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നെക്സ്റ്റ് ഈസ്, വാട്ട് ഇസ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ, വിച്ച് ആർ ദ പോപ്പുലർ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ്.
FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിനൊപ്പം തന്നെ നമ്മൾ എങ്ങോട്ടാണോ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ FTP സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. പിന്നെ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് ഒരു യൂസർ നെയിമും പാസ്വേഡും ഡൊമൈൻ നെയിം ആവശ്യമാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. SSH FTP അല്ലെങ്കിൽ സെക്യൂർ ഷെൽ FTP നമ്മൾ ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ നെയിം, പാസ്വേഡ്, ഡാറ്റ ഇവയൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്കും അത് കിട്ടിക്കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്താണ് അയക്കുന്നത്. നമ്മുടെ ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വിച്ച് ആർ ദ പോപ്പുലർ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട്. Qt FTP, സ്മാർട്ട് FTP, ഫയൽസില്ല. ഈ പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 വേർഡ് വേണമെങ്കിൽ ചോദിക്കാം അതിൻ്റെ കൂട്ടത്തിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രീ ഹോസ്റ്റിംഗ്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ഹോസ്റ്റിംഗ് യാതൊരു പൈസയും മുടക്കില്ലാതെ നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന ഒരു മെത്തേഡാണ് ഫ്രീ ഹോസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ അവർ മിക്കവാറും അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ ചില റെസ്ട്രിക്ഷൻസ് നമ്മുടെ സൈറ്റിൽ പ്ലേസ് ചെയ്യും. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽസിൻ്റെ സൈസ് ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പം 5 MB വരെ സൈസുള്ള ഒരു ഫയലേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യൂഷ്വലി ഈ ഫ്രീ ഹോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുക ഈ സിമ്മിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ തമ്മിൽ എന്തെങ്കിലും കണ്ടന്റ് വെബിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന 2 സൈറ്റുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, sites.google.com അതുപോലെ തന്നെ yola.com. അപ്പോൾ ഈ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ ചെറിയ ചാപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിലാകെ 3 മെയിൻ സംഭവങ്ങളേ ഉള്ളൂ. ഒന്ന് ഫ്രീ ഹോസ്റ്റിംഗ്, ഒന്ന് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ, പിന്നെ ഒന്നുണ്ടായിരുന്നത് വെബ് ഹോസ്റ്റിംഗ് ആണ്. ആ വെബ് ഹോസ്റ്റിംഗിൽ തന്നെ 3 ടൈപ്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 3, 4, 5 ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഫോക്കസ് ഏരിയയിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.